അഡിനോയിഡ് 1 വയസ്സിൽ തുടങ്ങി മാക്സിമം സൈസ് എത്തുന്നത് 7 വയസ്സ് വരെയാണ്. പിന്നെ 12 വയസ്സാകുമ്പോൾ മൊത്തമായിട്ട് ചുരുങ്ങിപ്പോകും. എല്ലാ അഡിനോയിഡ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്താലോ എക്സ്റേ ചെയ്താലോ അഡിനോയിഡ് കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ടോൺസിൽ കണ്ടു, ടോൺസിൽ വലുതാണ്, അത് സർജറി ചെയ്യേണ്ടയോ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴാണ് ഒരു കുട്ടിക്ക് അഡിനോയിഡ് അല്ലെങ്കിൽ ടോൺസിൽ സർജറി അല്ലെങ്കിൽ ടോൺസിലിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം? ഇൻഫെക്ഷൻ വരുന്നു, കുട്ടിക്ക് ഇൻഫെക്ഷൻ വരുന്നു, സ്ഥിരമായിട്ട് നിൽക്കാത്ത കോൾഡ്, മൂക്കടപ്പ്, ജലദോഷം, കുട്ടിക്ക് മുക്കിക്കൂടെ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ല, അത് അഡിനോയിഡൈറ്റിസിൻ്റെ ഭാഗമായി വരുന്നതാണ്. പക്ഷെ അത് മരുന്ന് കൊടുത്ത് നോക്കും, യൂഷ്വലി മെഡിക്കൽ മാനേജ്മെൻറ്റ് കൊടുത്ത് നോക്കും, അത് ശരിയാവും നോക്കും. അതല്ലാതെ വരുന്ന പ്രോബ്ലം അഡിനോയിഡ് ഫുള്ളായിട്ട് വലുതാവും, എന്നിട്ട് മൂക്കിൽ കൂടെയുള്ള ശ്വാസം പോകാതെ വരിക, അല്ലെങ്കിൽ മൂക്കിലുള്ള ശ്വാസം തികയാതെ വരുന്ന അവസ്ഥയാണ്. മൂക്കിലൂടെ ശ്വാസം തികയാതെ വരുമ്പോൾ എന്ത് പറ്റും? കുട്ടികൾ വായിക്കൂടെ ശ്വാസം വിടും. കുട്ടികൾ വായിക്കൂടെ ശ്വാസം വിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അവരുടെ വളർച്ച മോശമാവും, മുഖത്തിൻ്റെ വളർച്ച മോശമാവും, പല്ല് തള്ളി തുടങ്ങും. അതുപോലെ തന്നെ കുട്ടിയുടെ പല്ലിന് കേടുവരും, പെട്ടെന്ന് പല്ലുകൾ കേടുവരും, പല്ല് ഇൻഫെക്ഷൻ വരും, ശ്വാസനാളവും ഇതിൻ്റെ ഫങ്ഷനും മോശമാവും. അപ്പോൾ അതുകൊണ്ട് വായിക്കൂടെ ബ്രീത്ത് ചെയ്യുന്ന കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അത് മെഡിക്കലായിട്ടാണോ സർജിക്കലായിട്ടാണോ ഡിഫറെൻറ്റ്, അത് വേറെ ചോദ്യം. പക്ഷേ വായിക്കൂടെ ബ്രീത്തിങ് നമുക്ക് മരുന്ന് കൊണ്ട് മാറ്റാനും പറ്റും. വാ അടച്ചുറങ്ങാൻ വേണ്ടി നമ്മൾ വീട്ടിൽ ട്രെയിൻ ചെയ്യിക്കുക, കുട്ടിയെ മരുന്ന് കൊടുക്കുക, മൂക്കിൽ സ്പ്രേ അടിക്കുക, അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു റെസ്പോൺസ് യൂഷ്വലി ഒരു 50% ആൾക്കാർക്ക് വരാറുണ്ട്. ബ്ലോക്കായി വായിക്കൂടെ ബ്രീത്ത് ചെയ്യുന്ന കുട്ടികളായിരിക്കും പറയുന്നത്. ഈ വായിക്കൂടെ ബ്രീത്ത് ചെയ്യുന്നത് മാത്രമല്ല, ഈ ശ്വാസതടസ്സം വരുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികൾക്ക് അഡിനോയിഡും ടോൺസിലും കൂടെ വലുതാവും, അവർക്ക് തീരെ ശ്വാസം എടുക്കാൻ പറ്റാത്ത കുട്ടികളാണ്. അവരെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് നെഞ്ചിൻ്റെ സൈഡിലൊക്കെ ഉറങ്ങുന്ന സമയത്ത് നെഞ്ച് ഉള്ളിലോട്ട് കയറി നടക്ക് കാണാം, നെഞ്ചുള്ളിൽ വാരിയിലൊക്കെ അകത്തോട്ട് കയറി നടക്ക് കാണാം. അങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ഈ പറയുന്ന കണക്ക് അവർക്ക് ശ്വാസം തീരെ കിട്ടുന്നില്ല, അവരെ ലങ്സ് മോശമാകുന്നുണ്ട്, അവരെ ഹാർട്ടിൻ്റെ ഫങ്ഷൻ മോശമാവും. ഈ കുട്ടികൾ യൂഷ്വലി വളർച്ചയും കുറവായിരിക്കും. ഒരു 5 വയസ്സായ കൊച്ചിന് ചിലപ്പോൾ ഒരു 3 വയസ്സായ കൊച്ചിൻ്റെ ഹൈറ്റേ കാണുള്ളൂ, അല്ലെങ്കിൽ 7 വയസ്സായ കൊച്ചിൻ്റെ 5 വയസ്സ് കൊച്ചിൻ്റെ ഹൈറ്റും വെയിറ്റ് കാണുള്ളൂ. അങ്ങനെ ക്ലാസ്സിൽ തീരെ വെയിറ്റ് കുറഞ്ഞയും ഹൈറ്റ് കുറഞ്ഞയും കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടി അങ്ങനെയാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് ഈ കൂർക്കം വലിയും വാതർന്നുണക്കം ഉണ്ടെങ്കിൽ അത് യൂഷ്വലി കുട്ടിക്ക് അഡിനോയിഡ് കാരണമുള്ള ഈ ഫെയിലിയർ ടു ത്രൈവ് എന്ന് പറഞ്ഞ വെയിറ്റും ഹൈറ്റും കുറയുന്നതിന് കാരണം. ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ ആണ് നമ്മൾ അഡിനോയിഡ് നമ്മൾ പെട്ടെന്ന് ചികിത്സ ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് കുട്ടിക്ക് ശ്വാസം നേടി പോകാൻ വേണ്ടി നമ്മൾ നേരത്തെ സർജറി ചെയ്യും. അല്ലാത്ത ബാക്കി എല്ലാ കണ്ടീഷനും നമ്മൾ ആദ്യം മരുന്ന് കൊടുക്കും, മെഡിക്കൽ മാനേജ്മെൻറ്റാണ്. അപ്പം മരുന്നിന് നമുക്ക് അലർജി നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക, നല്ല അലർജി ട്രീറ്റ്മെൻറ്റും അതിലൂടെ കഫം നന്നായി പോകാനുള്ള മരുന്നുകളും, മരുന്നിൽ മൂക്കിൽ മരുന്നൊഴിക്കുക, കഫം പോകാനായിട്ട് ഉപ്പ് വെള്ളത്തിൻ്റെ മരുന്നോ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് സ്പ്രേസോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കഫമൊക്കെ പോയി നല്ല അഡിനോയിഡ് അലർജി ട്രീറ്റ് ചെയ്യുമ്പോൾ അഡിനോയിഡ് ചുരുങ്ങാറുണ്ട്. കുട്ടിയുടെ പ്രായ അടിസ്ഥാനമായിട്ടുള്ള അഡിനോയിഡ് സൈസ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സർജറി വേണ്ടി വരില്ല. ഇപ്പോൾ സർജറി ചെയ്യേണ്ടി വന്നു എന്ന് വിചാരിച്ചു, നമുക്ക് അഡിനോയിഡ് ഫുൾ എടുക്കണോ പകുതി കുറച്ച് ബാക്കി വയ്ക്കണോ എന്നുള്ള ചോദ്യമൊക്കെ വരാം. ഇപ്പോൾ ചില കുട്ടികൾക്ക്, ഇപ്പോൾ നമ്മൾ ഒരു 5 വയസ്സിന് 4 വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന അഡിനോയിഡ് കുറച്ച് ബാക്കി വെച്ച് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല, നമുക്ക് ബാക്കി വെച്ച് ചെയ്യാം. പക്ഷെ ബാക്കി വെച്ച് ചെയ്യുമ്പോൾ ആകെ നമ്മൾ പറയുന്നത് രണ്ടാമത് അഡിനോയിഡ് ചെയ്യേണ്ട ഒരു സാധ്യത വരാം, അഡിനോയിഡ് സർജറി ചെയ്യേണ്ട സാധ്യത വരാം. വലിയ കുട്ടികൾക്ക് നമ്മൾ പാരൻസിന് സംസാരിച്ചിട്ട് അവർക്ക് ഈ പറയുന്ന കംപ്ലീറ്റ് അഡിനോയിഡ് എടുക്കണമെങ്കിൽ കംപ്ലീറ്റ് അഡിനോയിഡ് എടുക്കാം, പാർഷ്യൽ മതി, അവർക്ക് ഫുൾ എടുക്കേണ്ട, ബിക്കോസ് നോർമൽ അഡിനോയിഡാണ്, വലുതായത് മാത്രമേ ഉള്ളെങ്കിൽ ഫുൾ എടുക്കണമെങ്കിൽ ഫുൾ എടുക്കേണ്ട ചോയ്സും കൊടുക്കാം. പക്ഷേ രണ്ടാമത് വരാനുള്ള ചാൻസ് ഹൈ ആണ്, ഒരു ഹൈ തല ഉണ്ട്. ഫുൾ എടുത്താൽ അങ്ങനെ വരാനുള്ള ചാൻസ് വളരെ വളരെ ലോ ആണ്, 1%, 0.5% ഒക്കെ വരാറുള്ളൂ. അഡിനോയിഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ ടോൺസിൽ കുറച്ച് വലുതാണെങ്കിൽ അതുകൊണ്ട് എടുക്കണം. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അഡിനോയിഡും ടോൺസിലും ഒരുമിച്ചല്ല വലുതാവുന്നത്. അഡിനോയിഡ് 1 തൊട്ട് 7 വയസ്സ് വരെ വലുതാവുകയും 12 വയസ്സിൽ ചുരുങ്ങുകയും ചെയ്യും. പക്ഷേ ടോൺസിൽ ഒരു 8-9 വയസ്സിലാണ് വലുതായി തുടങ്ങുന്നത്, എന്നിട്ട് 15 വയസ്സാകുമ്പോൾ വലുതാവും. അഡിനോയിഡ് ഫുൾ എടുത്തു കഴിയുമ്പം ടോൺസിൽ ഈ കോമ്പൻസേറ്റ് ചെയ്യും. അഡിനോയിഡ് ടോൺസിൽ ഒരേ സാധനമാണ്, ടോൺസിൽ കോമ്പൻസേറ്റ് ചെയ്ത് അതിന് പകരം അപ്പോൾ ടോൺസിൽ വലുതാവും. ടോൺസിൽ അങ്ങനെ വലുതായി രണ്ടാമത്തെ സർജറിക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചില സമയത്ത് ടോൺസിൽ ഫുൾ എടുത്തു കളയണമെന്നില്ല, ടോൺസിൽ നമുക്ക് ചുരുക്കാം, സൈസ് ചുരുക്കി അത് വലുതായാലും അടുത്ത പ്രാവശ്യം അത്ര ബ്ലോക്ക് ഉണ്ടാക്കാത്ത സൈസിൽ വലുതാകാത്ത രീതിയിൽ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും. അപ്പോൾ അഡിനോയിഡ് ഫുൾ എടുത്ത് കളയും, അതിൻ്റെ കൂടെ തന്നെ ടോൺസിൽ ഒരു 10% ബാക്കി വെച്ചിട്ടുള്ള സർജറി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുന്ന യൂഷ്വലി നമുക്ക് ഈ പറയുന്ന കോബ്ലേഷൻ എന്നുള്ള ടെക്നിക്ക് ആണെങ്കിൽ ഈ ടോൺസിൽ പകുതി എടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അഡിനോയിഡ് കംപ്ലീറ്റ് എടുക്കാനും ഐഡിയലി കോബ്ലേഷൻ
പറഞ്ഞാൽ ഈ പ്ലാസ്മ വെച്ച് ചെയ്യുന്ന പ്രൊസീജിയർ ആവശ്യമുണ്ടാകും. അതിൻ്റെ ഗുണം നമുക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റും. ഒരു സൈഡിലൊക്കെ ഒന്നും ബാക്കി വരാത്ത രീതിയിൽ എടുക്കാൻ പറ്റും. അതിൽ ഡിബ്രൈഡർ ടെക്നിക്കുണ്ട്. പക്ഷേ അത് ഈ പറഞ്ഞ കുറച്ചൊരു റെമനൻ്റ് വരും. ഇപ്പം ബാക്കി എടുക്കാൻ ഫുൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമുക്ക് അന്ന് തന്നെ പേഷ്യൻറ്റിനെ വിടാൻ ഡിബ്രൈഡറിൽ പ്രൊസീജിയറിൽ പറ്റില്ല. ഡിബ്രൈഡർ കടിച്ചെടുക്കുന്ന പ്രൊസീജിയർ പറ്റില്ല. അലിയിച്ച് കളയുന്ന അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ സർജറിയിൽ പേഷ്യൻ്റ് രാവിലെ വന്നാൽ വൈകിട്ട് തന്നെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വിടാൻ പറ്റുന്ന പ്രൊസീജിയറാണ്. ഈ പറയുന്ന അഡിനോയിഡിൻ്റെ ഇങ്ങനത്തെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി ഒരു 4 ദിവസമേ കുട്ടിക്ക് റെസ്റ്റ് വേണ്ടി വരുള്ളൂ. നോർമലി ഒരു 1 വീക്കിൽ ടോട്ടലി ഓൾ റൈറ്റ് ആവും. 4 ഡേയ്സ് കൊണ്ട് സാധാരണഗതിയിൽ ഒരു നോർമൽ ഫുഡ് ഹാബിറ്റ്സ്, നോർമൽ കാര്യങ്ങളിൽ സ്കൂളിൽ പോകാൻ പറ്റുക ആ രീതിയിലൊക്കെ എത്തുന്ന 4 to 7 ഡേയ്സിൽ ആൾക്കാർ തിരിച്ചു പോകാൻ പറ്റും. രണ്ടാമത്തെ ദിവസം കഴിയുമ്പോൾ കുട്ടിക്ക് ഫസ്റ്റ് ഡേ ചെറിയ അനസ്തീഷ്യ കൊടുത്തതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും തൊണ്ടയിൽ ചെറിയ കിരീരിപ്പുണ്ടാകും. സെക്കൻഡ് ഡേ തൊട്ട് കുട്ടി സാധാരണ എന്താ ഫുഡ് കഴിക്കുന്നത് അത് കഴിക്കാൻ പറ്റും. ഫുഡ് കഴിക്കുന്നതിൽ പ്രശ്നമൊന്നും കാണില്ല. ചെറിയൊരു പെയിൻ ബുദ്ധിമുട്ട് നോർമൽ സർജറിയിൽ കാണാം. അല്ല വലിയ സിവിയർ പെയിൻ ഒന്നും കാണത്തില്ല ഈ 2 സർജറീസിലും.